നേതൃത്വം ഇത്രയും കാലം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു, അല്ലെങ്കിൽ കുറ്റകരമായ മൗനവും നിലപാടില്ലായ്മയും കാണിച്ചു എന്ന ചോദ്യം സമൂഹത്തിൽ ഉയർന്നാലും 2-3 ദിവസം കൊണ്ട് ആ ചർച്ച കെട്ടടങ്ങും. ആ നിലയിലാണോ കോൺഗ്രസ് നേതൃത്വം ഇതിനെ കാണുന്നത്? അതോ ആരെങ്കിലും അകത്ത് ഒരു പോരാട്ടം നടത്താനുള്ള സാധ്യതയുണ്ടോ? ഇനി അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് അമൽ. അതിൽ ഏറ്റവും നിർണായകം ആരാകും ഇനി യൂത്ത് കോൺഗ്രസിനെ നയിക്കുക എന്നുള്ളത് കൂടിയാണ്. അഭിലാഷ്, രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, അഭിലാഷിന് അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ അതൊരു വാർത്തയായി പലരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുലിനെതിരെ ഇതിനു മുൻപ് ഉയർന്ന ഒരു ആരോപണം വാർത്തയായി നൽകിയില്ല എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് അന്തരീക്ഷത്തിൽ നിന്നൊരു ആരോപണമായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ പേര് വെച്ച് ചില ആരോപണങ്ങൾ ഫേസ്ബുക്കിലൂടെ പല ആളുകളുടെ പേരുകളും കൂട്ടിക്കെട്ടി ഉള്ള ആരോപണങ്ങൾ വന്നിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു, വെളിപ്പെടുത്തൽ എന്നുള്ള തരത്തിൽ ചില ഇടത് സൈബർ പ്രൊഫൈലുകളൊക്കെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ആധികാരികത ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും മുന്നോട്ട് വന്ന് എനിക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല, വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്ന ഒരു യുവനടി തന്നെ വന്ന് വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തെ ഗൗരവത്തിലെടുക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ പാർട്ടി അതിനെ ഗൗരവത്തിലെടുത്ത് രാഹുലിനെ മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആരാകും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപിടി വിഷയങ്ങളുണ്ട്, സമരം നടത്താനും പറ്റും. അപ്പോൾ ശക്തമായൊരു നേതൃത്വവുമായി മുന്നോട്ട് പോയാലേ കഴിയൂ. നിലവിലത്തെ ഈ നാണക്കേട് മറികടക്കേണ്ടതുണ്ട്, രാഹുലിന്റെ രാജി ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കേണ്ടതുണ്ട്. ആരാകും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന ചർച്ച സജീവമായി തന്നെ നടക്കുന്നു. ഏറ്റവും ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പ് പരിഗണിച്ചിരുന്ന ഒരു സംയുക്ത സ്ഥാനാർത്ഥിയായ ഐ ഗ്രൂപ്പിന് ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അന്ന് രാഹുലിനെതിരെ എത്തിയേനെ. പക്ഷേ അന്ന് അതുണ്ടായില്ല. ബിനു ചുള്ളിയിൽ ഇപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ബിനു ഇപ്പോൾ ബീഹാറിലാണുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കം ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ബിനുവിന്റെ പേര് പരിഗണിച്ച് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ OJ ജനീഷ് തൃശ്ശൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ജനീഷിന്റെ പേര് പരിഗണിക്കുന്നു. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ, ഏറ്റവും കൂടുതൽ വോട്ട് നേടി അന്ന് രാഹുലുമായുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 53,000 വോട്ട് മാത്രമായിരുന്നു. അബിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അബിന്റെയൊക്കെ പേര് പരിഗണിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാമുദായിക സമവാക്യ പ്രശ്നം കൂടി നിലനിൽക്കുന്നു. സണ്ണി ജോസഫ്, അലോഷി സേവ്യർ, ജെബി മേത്തർ, പ്രധാനപ്പെട്ട സംഘടനാ നേതൃത്വത്തിൽ എല്ലായിടങ്ങളിലും ഒരു മൈനോറിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അതിനാൽ തന്നെ ഒരു സാമുദായിക സമവാക്യം പാലിച്ച് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം വന്നാൽ ഈ പറയുന്ന ജനീഷോ ബിനു ചുള്ളിയിലോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് എത്തിക്കും എന്നുള്ള ചില സൂചനകളുണ്ട്. അഖിലിന്റെ പേരടക്കം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് KM അഭിജിത്തിന്റെ പേരാണ്. അഭിജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല എന്നൊരു കാരണം കൊണ്ട് മാത്രം അഭിജിത്തിനെ മാറ്റി നിർത്താനാകുമോ എന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കാത്തതിൽ അതിശക്തമായ വിമർശനം പാർട്ടിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിജിത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയർന്നതാണ്. അപ്പോൾ അഭിജിത്തിന്റെ പേര് ഈ മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പരിഗണിക്കുമോ എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനു താജിന്റെയും ഈ JS അഖിലിന്റെയും അടക്കം ചിത്രങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവരെ ആക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സജീവ ചർച്ചയിലേക്ക് പോകുന്നു. എന്തായാലും ഈ അടിയന്തരമായ ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിലടക്കം ആലോചനകൾ നടത്തി 2 ദിവസത്തിനകം ഒരു പ്രഖ്യാപനം മതി എന്നൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. തീർച്ചയായും അങ്ങനെ വളരെ ഇൻറ്റൻസായ ഒരു പകലിന് പകുതിയാകുമ്പോഴേക്ക് രാഹുൽ മാങ്കൂട്ടം വീണിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവായിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. ശക്തമായ ആരോപണങ്ങൾ ഇതോടുകൂടി ഒന്ന് മയപ്പെടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി കേരളത്തോട് പറയേണ്ട ചോദ്യം, നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെയെങ്കിൽ, നിരവധി പരാതികൾ നിങ്ങളുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ അതൊക്കെ മൂടിവെച്ചു എന്ന ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരം ആവശ്യമുണ്ട്.